ഹലോ ഫ്രണ്ട്സ്, ഇത് ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മളൊരു ക്ലൗഡ് കിച്ചൺ തുടങ്ങിയെന്ന്. അതിലോട്ട് വന്നൊരു ഓർഡറിൻ്റെ ഏതാനും കുറച്ച് ഭാഗങ്ങളേ ഉള്ളേ. കാരണം തിരക്ക് കാരണം നമുക്കിതെല്ലാം ഒന്നും ശരിക്കെടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. എന്നെക്കൊണ്ട് പറ്റുന്ന പോലൊക്കെയുള്ള ചെറിയ ചെറിയ വീഡിയോകളെല്ലാം കൂടെ കോർത്തിണങ്ങി ഒരൊറ്റ വീഡിയോ ആണ് ഇത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണേ. നമ്മൾ അധ്വാനിച്ച ദൈവം നമുക്കതിനുള്ള ഫലം തരുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുകൊണ്ട് ഇത് വളരെ വൃത്തിയോടും നല്ല രീതിയിലുമാണ് നമ്മൾ ചെയ്ത് കൊടുത്തിരിക്കുന്നത്. നമ്മളിപ്പോൾ മാങ്ങയും ക്യാരറ്റോടെ അച്ചാറിട്ടു. ഇപ്പോൾ ബീഫെല്ലാം റെഡിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റി അതിനകത്ത് അഴുക്കെല്ലാം കളഞ്ഞുകൊണ്ടിരിക്കുവാണ്. എല്ലാം നമ്മളത് റെഡിയാക്കി വെച്ചു. ഇനിയുള്ളത് ചിക്കനാണ്. ചിക്കനും ഇതുപോലെ തന്നെ കഴുകുന്നതിന് മുമ്പ് തന്നെ അതിനുള്ളിൽ അഴുക്കും പാടയെല്ലാം മാറ്റി നല്ല വൃത്തിയാക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ നമ്മൾ വീട്ടിലെ കറിവേപ്പിലയാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത്. ചന്തയിൽ നിന്ന് വാങ്ങിയതൊന്നുമല്ല. നമ്മുടെ സ്വന്തം പറമ്പിലെ കറിവേപ്പില തന്നെ ഒടിച്ചെടുത്താണ് നമ്മൾ പാചകത്തിനൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് മീനാണെങ്കിലും നല്ല ആട്ടപ്പൊടി ഇട്ടും കല്ലിലുരച്ചും ഒക്കെ നന്നായിട്ട് ഉളുമ്പൊക്കെ കളഞ്ഞ് വെള്ളം തെളിയുന്നതിനും വരെ നല്ല വൃത്തിക്ക് കഴുകിയിട്ടാണ് നമ്മൾ മീനൊക്കെ ആണെങ്കിലും കറി വെച്ചിട്ടുള്ളത്. പക്ഷേ മീൻകറിയുടെ ഒന്നും എനിക്ക് ഫോട്ടോയോ വീഡിയോയോ അല്ലാതൊന്നും എടുക്കാൻ പറ്റിയില്ല. കാരണം നല്ല തിരക്കുണ്ടായിരുന്നു. മീൻ നമുക്കിനി നല്ലതായിട്ട് വെള്ളം തെളിയുന്നതിന് വരെ കഴുകി കൊടുക്കാം. കണ്ടോ, നന്നായിട്ട് വെള്ളം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതുവരെ നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഉളുമ്പൊന്നുമില്ല, നല്ലതായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ടുണ്ട്. നമ്മൾ പുളിശ്ശേരിക്കുള്ള തേങ്ങയും ജീരകവും വെളുത്തുള്ളിയും ഉള്ളി എല്ലാം കൂടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പാണ്. അത് ചൂടാകുമ്പോഴത്തേന് നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കണം. അതെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഇത് വെളുപ്പിനെ ഒരു 3 മണിയായപ്പോൾ തൊട്ടുള്ള പരിപാടിയാണ്. നമ്മുടെ പാചകം തുടങ്ങിയത് ഒരു 3 മണിക്ക് തുടങ്ങിയതാണ് കേട്ടോ. ഇത് വെളുപ്പിനെ ഉണ്ടാക്കുന്നതാണ്. കാരണം എനിക്ക് ആ തിരക്കിനിടയിൽ കൂടുതലായിട്ട് ഫോട്ടോസൊന്നും എടുക്കാൻ പറ്റിയില്ല. ഉള്ളതൊക്കെ എനിക്ക് പറ്റുന്ന പോലൊക്കെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതിനിടയിൽ ഞാൻ തൈര് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനാവശ്യമായിട്ടുള്ള സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെ വറവിനാവശ്യമായുള്ള എല്ലാ സാധനങ്ങളും വെളുത്തുള്ളി, ഇഞ്ചിയും, ചെറിയ ഉള്ളിയും, പച്ചമുളകും, ഉലുവയും, ജീരകവും, കറിവേപ്പിലയും, വറ്റമുളകും, മുളക് പൊടിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഒന്നും ഡീറ്റെയിൽഡായിട്ട് വീഡിയോ എടുക്കാൻ അതിനുള്ള ടൈമില്ലായിരുന്നു. അത് കാരണം നമ്മളിങ്ങനെ കുറച്ച് പറ്റുന്ന ഭാഗങ്ങളൊക്കെ കുറച്ച് എടുത്ത് വെച്ചതാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. തോരന് ആവശ്യമായിട്ടുള്ള സാധനങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. സവോളയും പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും തേങ്ങായും ഉപ്പും മഞ്ഞൾപ്പൊടിയും ജീരകവും എല്ലാം കൂടി ഇട്ടാണ് നമ്മൾ ഇളക്കി വെക്കുന്നത്. എല്ലാം കൂടി ഇട്ട് കൈയിട്ട് നമ്മൾ ഞെരടി നന്നായിട്ട് മാറ്റി വയ്ക്കാമേ. ഇത് നമ്മൾ ചതയ്ക്കുന്നത് അവിയലിന് വേണ്ടിയിട്ടുള്ളതാണ്. കല്ലിലാണ് നമ്മൾ ചതച്ചത്, മിക്സിയിലൊന്നുമല്ല. ഒരു 50 പേർക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നേ. അപ്പം നമ്മൾ അത് കല്ലിലൊന്നുമല്ല, മിക്സിയിലല്ല ചതച്ചത്, കല്ലിൽ തന്നെ ചതച്ചെടുക്കുമായിരുന്നു തേങ്ങയെല്ലാം. ഇത് അവിയലിൽ ചേർക്കാനുള്ള അവസാനം ചേർക്കാനുള്ള ചെറിയ ഉള്ളി കറിവേപ്പിലയും കൂടെ ചതയ്ക്കുന്നതാണ്. നമ്മൾ വീട്ടിലെങ്ങനെയാണോ ഉണ്ടാക്കുന്നത് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മളൊരു ക്ലൗഡ് കിച്ചൺ ആയതുകൊണ്ട് ആ ഒരു മെത്തേഡിൽ തന്നെയാണ് നമ്മൾ ഏകദേശം എല്ലാ കറികളും ഉണ്ടാക്കിയിരിക്കുന്നതും ആ ഒരു രീതിയും തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. നമ്മൾ ചിക്കനെല്ലാം കഴുകി റെഡിയാക്കുന്നുണ്ട്. എല്ലാം നല്ല വെള്ളം തെളിയുന്നതിന് വരെ നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കുക. നന്നായിട്ട് വെള്ളത്തിൽ നല്ലതായിട്ട് കഴുകിയെടുക്കുന്നുണ്ട്. ചുരമയെല്ലാം മാറി വന്നിട്ടുണ്ട്. ഇനി ബീഫൂടെ കഴുകിയെടുക്കാവേ. ബീഫ് നന്നായിട്ട് വെള്ളം തെളിയുന്നതിന് വരെ കഴുകിയെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അവർക്ക് കൊടുക്കാനുള്ള അരി ഇടാം.
50 പേർക്ക് 6 കിലോ അരിയോളം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കന് വറക്കാൻ ആവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ അരപ്പൊക്കെയാണ് ഈ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചിയും വെളുത്തുള്ളിയും, മുളക് പൊടിയും, പെരിഞ്ചീരകം, ഗരം മസാല, ചിക്കൻ മസാല, ഉപ്പ്, കുരുമുളക് പൊടി, ഇതൊക്കെയാണ് നമ്മളിതിനകത്ത് ചേർത്തിട്ടുള്ളത്. ഇതിനകത്ത് 2 മുട്ടയും ചേർത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് കുറച്ച് നാരങ്ങ നീരോട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. അരപ്പെല്ലാം റെഡി ആയിട്ടുണ്ട്. അതിനകത്ത് ചിക്കൻ ഇട്ട് കൊടുത്ത് ഇളക്കി മാറ്റി വയ്ക്കാമേ. അരപ്പെല്ലാം നന്നായിട്ട് കോട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റി വെച്ച് കൊടുക്കും. മിനിമം ഒരു മണിക്കൂറെങ്കിലും ഇരിക്കുവാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അത് നമ്മൾ തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള എണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഇതെല്ലാം വെളിച്ചെണ്ണയിലാണ് നമ്മൾ ചെയ്ത് കൊടുത്തത്. അതവിടെ ഇരുന്ന് നന്നായിട്ട് വെന്ത് വരട്ടെ. തോരൻ വെന്ത് ഇറക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വറക്കാം. ഇത് ബീഫ് വളർത്താൻ ആവശ്യമായിട്ടുള്ള തേങ്ങാക്കൊത്താണ്. ഇതിനകത്ത് സ്പൈസസും കടുകും തേങ്ങാക്കൊത്തുമാണ് ഇട്ടിരിക്കുന്നത്. ഒരു 250 ഗ്രാമോളം നമ്മൾ വെളിച്ചെണ്ണ തന്നെയാണ് എടുത്തിട്ടുള്ളത്. വേണ്ട, അതിൻ്റെ ഉള്ളിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം അരപ്പെല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി പൊടിവാളമൊക്കെ ചേർത്തിളക്കി മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതോടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫോടെ ചേർത്ത് ഇളക്കി വറ്റിച്ച് ഉലർത്തിയെടുക്കാം. ഇത് നമ്മുടെ അവിയലിനുള്ള കഷ്ണങ്ങളാണ്. അവിയലിൻ്റെ കഷ്ണങ്ങളും എല്ലാം കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അവിയലിനുള്ളതെല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമ്മൾ നാളെ വെളുപ്പിന് കഴിഞ്ഞിട്ട് അവിയലിൻ്റെ ബാക്കി കാര്യങ്ങൾ